സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടമുണ്ടായത്. മരിച്ച അർച്ചന 3 കുട്ടികളുടെ അമ്മയാണ്. ഈ പെണ്ണ് 34 വയസ്സുണ്ട്. അവളിവിടെ വന്ന് താമസക്കാരിയാ. 3 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്ന അയാളുമായിട്ട് പിണങ്ങി നിൽക്കുക. 5-6 മാസത്തിന് മുമ്പേ അയാൾ പോയി. അങ്ങനെ ഇവള് എടുത്ത് കിണറ്റി ചാടിയതാണ്. അപ്പോഴേ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകൾ വന്ന് ഇവളെ ഈ ചാടിയ പെണ്ണിനെ എടുത്തും കൊണ്ട് ഫയർഫോഴ്സുകാരൻ കയറി വന്നപ്പോൾ വെള്ളമാണോ എന്തോന്ന് അറിയത്തില്ല. 23 വയസ്സുണ്ടെന്ന് പറയുന്ന ആ പയ്യൻ ഇങ്ങനെ വെട്ടം അടിച്ചു കൊടുത്തതാണ്, ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാറ് എന്ന് അവിടെ നിന്നവർ മൊത്തവും പറഞ്ഞൊക്കെ ഇവൻ കേട്ടില്ല. അവൻ പറഞ്ഞ ഫോൺ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ അവിടെ ബലമായിട്ട് നിന്ന വഴിക്ക് തന്നെ ഇവനും ഈ കിണറുമായിട്ട് മറിയുകയാണ് ചെയ്തത്. അന്നേരം ഇല്ല, ബോഡിയായിട്ട് കയറി വന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മേളിൽ ഈ ഇതെല്ലാം കൂടെ വീണ് ആ പുള്ളി പെട്ടെന്ന് മരിച്ച്. അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ടുപോയി. അന്നേരം സമയമുണ്ട് 1:04 ആംബുലൻസ് ഈ ബോഡിയായിട്ട് പോകുന്നത്. രാത്രി 1 മണിയോടെ നമ്മുടെ നിലയത്തിൽ ഒരു കോൾ വരികയാണ്. അത് കുണ്ട്രയിൽ നിന്നാണ് അറിയിക്കുന്നത്. അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: കൊട്ടാരക്കര നിലയത്തിൽ നിന്നും ഒരു അപകടത്തെ തുടർന്ന് കിണറപകടം ഉണ്ടായി. അപ്പം നമ്മളൊരു ജീവനക്കാരെ ഇറങ്ങി, പുള്ളിക്ക് ഒരു അപകടം പറ്റി. അതുകൊണ്ട് അസിസ്റ്റിന് വേണ്ടി കുണ്ട്രയ്ക്ക് വിളിച്ചതാണ്. കുണ്ട്രയിൽ നിന്ന് കൊല്ലം നിലയത്തിലേക്ക് കോൾ വന്നു. നമ്മൾ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് പുറപ്പെടുകയായിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊരു ജീവനക്കാരൻ ചുറ്റുമതിൽ കൂടി നിന്നവർ ഇവിടെ നമ്മളെപ്പോഴും അപകടം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആൾക്കാർ ദൂരെ മാറി നിൽക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു. അടുത്ത് നിന്ന് ആരോ എന്തോ സംഭവിച്ചു, കിണറിൻ്റെ തിട്ട ഇടിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകൻ്റെ പുറത്തൂടെ വീണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകന് പരിക്ക് പറ്റി. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കുണ്ട്ര നിലയവും കൊട്ടാരക്കര നിലയവും അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി റെഡിയായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വന്ന വഴി നമ്മൾ തന്നെ റെഡിയായി വന്നു. ഏകദേശം 19 മീറ്ററോളം താഴ്ചയുള്ള കിണറായിരുന്നു. തീർത്തും 2 പേരകപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ BSET ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം ആദ്യം ഞാനാണ് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ അകത്ത് നേരത്തെ വന്നതിൻ്റെ കുറേ റോപ്പുകളും നെറ്റിൻ്റെ റോപ്പുകളും എല്ലാം കുടുങ്ങി കിടന്ന കാരണം സാധാരണ നമ്മൾ നെറ്റിനകത്താണ് ആളെ മുകളിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നെറ്റ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നെറ്റിലൊരു റോപ്പ് അഴിച്ച് ആളെ ബോലേൻ്റെ സഹായത്തോടെ നമ്മൾ കെട്ടി മുകളിലോട്ട് കൊണ്ടുവന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഈ സ്ത്രീ കിണറ്റിലേക്ക് ചാടാനുണ്ടായ ഒരു കാരണം, അതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിന് ആധാരമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ അർച്ചനയുടെ വീട്ടിൽ വെച്ച് ഈ ശിവകൃഷ്ണനും അർച്ചനയും തമ്മിൽ വാക്കുതർക്കത്തിലാകുന്നു. തുടർന്നാണ് അർച്ചന അവരുടെ വീട്ടുമുറ്റത്തെ കിണറിലേക്ക് എടുത്തു ചാടി. ഈ ശിവകൃഷ്ണനാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് 1 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും അർച്ചനയെ കിണറിൽ നിന്നും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എടുക്കുകയും ചെയ്തു. അതായത് റോപ്പിൽ കിണറിനുള്ളിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന സമയത്താണ് ശിവകൃഷ്ണൻ ഈ കിണറിന് സമീപത്ത് നിന്ന് ടോർച്ച് അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു, ശിവകൃഷ്ണനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും ഇയാൾ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കിണറിന്റെ ആൾമറ ആണ് ഇടിഞ്ഞ് പൂർണ്ണമായും കിണറ്റിലേക്ക് ഒരു ഭാഗം വീഴുകയായിരുന്നു. അങ്ങനെ 3 പേരും കിണറ്റിനുള്ളിൽ അകപ്പെട്ടു. ഉടൻ ഫയർഫോഴ്സ് സംഘം എത്തുന്നു. കുണ്ട്രയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് 2 യൂണിറ്റും കൂടി അവിടെ എത്തുന്നു. അങ്ങനെയാണ് ആദ്യം ഈ റോപ്പിൽ നിന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ, കൊട്ടാരക്കര യൂണിറ്റിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. വളരെ ദുഃഖകരമാണ്. അങ്ങനെ മണ്ണിനടിയിൽ അകപ്പെട്ട 2 പേരെയും വീണ്ടും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് പുറത്തെടുത്തത്. പക്ഷേ അവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ 3 മരണം ആണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഒരു അതിദാരുണമായ ഒരു സംഭവമാണ്, നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. എന്തായാലും പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇവർ 3 കുട്ടികളുടെ അമ്മയാണ് അർച്ചന. ഭർത്താവുമായിട്ട് പിണങ്ങി താമസിക്കുകയായിരുന്നു. ആൺസുഹൃത്തുമായിട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്ക് നയിച്ചത്.
എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിനീഷ്, അതുപോലെ ഈ കിണറിന്റെ കൈവരി ഇടിഞ്ഞ് വീണായിരുന്നു അപകടം എന്ന് പറയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സ് സംഘം ഇത് പരിശോധിക്കാതെ അല്ലെങ്കിൽ ഇത് കാര്യമായി നിരീക്ഷിക്കാതെ ആയിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്? എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ യുവാവിനോട് മാറി നിൽക്കാൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ മാറി നിൽക്കാൻ തയ്യാറായില്ല. ഇയാൾ ഒരു മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇയാളും രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ടോർച്ചടിക്കാനും ഒക്കെ നിന്നു. അതുപോലെ മൊബൈൽ ഫോൺ ആ സമയത്ത് നിന്ന് ഉപയോഗിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഇയാൾ മാറാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൈവരിയിലുണ്ടായ ഒരു ബലക്കുറവ്, ആൾമറ കെട്ടിയ ഒരു കിണറാണ്. എങ്കിൽ തന്നെയും ഇതിന് ബലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ അടക്കം നമുക്ക് അറിയാൻ കഴിയുന്നത്. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണമെല്ലാം ഇന്ന് നടക്കും. 3 പേരുടെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിനീഷ്, ഈ മരിച്ച സ്ത്രീ എന്ന് പറയുന്ന 3 കുട്ടികളുടെ അമ്മയാണ്. ഈ കുട്ടികൾ നിലവിൽ എവിടെയാണ് ഉള്ളത് എന്ന തരത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? നിലവിൽ ഇവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ഇവർ വെളിയത്തോ മറ്റോ ആയിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. 5 വർഷമായി ഇപ്പോൾ ഈ പുത്തൂർ പുല്ലാമലയിലുള്ള വീട്ടിലാണ് വീടും വസ്തുവും മേടിച്ച് താമസം. പക്ഷേ വീടിന്റെ പണി പൂർത്തീകരിക്കാത്ത ഒരു വീടാണ്. എങ്കിൽ പോലും വാസയോഗ്യമായ വീടാണ്. വീടിന്റെ മുറ്റത്തുള്ള കിണറിലാണ് ഈ ഒരു സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്. കിണർ അല്പം പഴയ കിണറാണ്. ഇതിന്റെ ആൾമറ കിട്ടിയ, അതായത് വക്ക് കിട്ടിയ, പൂർണ്ണമായും നല്ല ശാസ്ത്രീയമായിട്ട് വക്ക് കെട്ടിയ ഒരു കിണറല്ല, പഴയ കിണറായതുകൊണ്ട് ഇതിന്റെ ആൾമറ കെട്ടിയത് തന്നെ ബലക്കുറവാണ് എന്നാണ്. എന്തായാലും ഇതിന്റെ ഒരു അപകടത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം പ്രാഥമികമായിട്ട് ഫയർഫോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കിണറിന്റെ വക്കിലുണ്ടായ ഒരു ബലക്കുറവ് തന്നെയാണ് ഇത് കിണറിന്റെ വക്കിടിഞ്ഞ് വീഴാൻ ഉണ്ടായ ഒരു കാരണം എന്നാണ് പറയുന്നത്. കാരണം ഈ എല്ലാ സജ്ജീകരണങ്ങളും കൂടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം. അതായത് കിണറ്റിനുള്ളിൽ നിന്നും ഈ അച്ഛനെ പുറത്തെടുത്തപ്പോൾ ഇവർക്ക് ജീവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം കിണറിന്റെ പുറത്തെ ഭാഗത്തേക്ക് വരാൻ അതായത് റോപ്പ് വെച്ച് ഇവരെ വലിച്ചു മുകളിലേക്ക് കയറ്റുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കിണറിന്റെ വക്കിടിഞ്ഞ് ഉള്ളിലേക്ക് വീഴുകയും ചെയ്തത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. വളരെ ഞെട്ടൽ ഉള്ളാത്ത സംഭവമാണ്. ഏകദേശം ഒരു 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അഞ്ജലി, ശരി. കൊല്ലം നെടുവത്തൂരിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചിരിക്കുന്നത്. വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.